അങ്ങനെ നമ്മൾ നമ്മുടെ ഡേ 9 കടന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഫുള്ളായിട്ടൊരു വെബ്സൈറ്റും കൂടി ചെയ്തു നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നലത്തെ വെബ്സൈറ്റ് എല്ലാവരും ചെയ്തു നോക്കിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇനി സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ അസറ്റ് ഫയൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം സ്വന്തമായിട്ട് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് വീഡിയോ പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഓരോ സെക്ഷനായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇനി ടൈം കളയുന്നില്ല, നേരെ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇനി എല്ലാവരും നമ്മുടെ ടെക്ഫ്ലൈയുടെ സൈറ്റിൽ കയറിയിട്ട് എന്ത് ചെയ്യുക, 4th ടാസ്കിൻ്റെ സിപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഞാനിവിടെ techfly.in കയറി, എന്നിട്ട് ഇവിടെ താഴത്ത് നമ്മുടെ ചലഞ്ച് ഉണ്ട്, അതിനുള്ളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട്, ടാസ്ക് 4 ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സിപ്പ് ചെയ്തിട്ട് VS കോഡിൽ ഓപ്പൺ ചെയ്യുക. ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ടൈം കളയുന്നില്ല, നേരെ വീഡിയോയിലോട്ട് കിടക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫയൽ എന്ന് പറയുന്നത്. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഓൾറെഡി ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഇതിനകത്ത് ഫോണ്ടൊക്കെ ഓൾറെഡി ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ടെംപ്ലേറ്റ്സ് ഒന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടെംപ്ലേറ്റ്. അപ്പോൾ ഇനി 1 by സെക്ഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തു തുടങ്ങാം. ഫസ്റ്റ് ഹെഡർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഹെഡറിലോട്ട് കിടക്കുകയാണ്. ഹെഡർ സെക്ഷൻ ഡോട്ട് റാപ്പർ. റാപ്പറിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, H1ൻ്റെ ഉള്ളിൽ ഇമേജും പിന്നെ ULL. നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത തന്നെ സെയിം സാധനം തന്നെയാണ് ഇതിലും വരുന്നത്. ഓക്കെ, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു സംഭവം പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ അത് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. ഓക്കെ, ഉള്ളിൽ LI *4 ഉള്ളിൽ A. ഓക്കെ, കണ്ടന്റുകൾ വരുന്നത് അബൌട്ട്, ഫീച്ചേഴ്സ്, പ്രൈസിങ്, ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്ക് കൊടുക്കാം അബൌട്ട്, ഫീച്ചേഴ്സ്, പ്രൈസിങ്, ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, അപ്പോൾ ആ ഡീറ്റെയിൽസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റൈൽ എടുത്ത് തുടങ്ങാം. സ്റ്റൈൽ കൊടുക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് എന്തുണ്ട്, മൊത്തത്തിലൊരു ബാക്ക്ഗ്രൗണ്ട് കളർ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറ് പ്യുവർ ബ്ലാക്ക് അല്ല. അപ്പോൾ ആ ഒരു കളറ് നമ്മുടെ റീഡ്മിയിൽ ഉണ്ടാവും. ഇവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ മെയിൻ BG കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബോഡിക്ക് തന്നെ എന്ത് ചെയ്യാം, BG കളർ കൊടുക്കാം. BG. ഓക്കെ, ഞാൻ ആ ഒരു കളർ എന്ത് ചെയ്തു, BGക്ക് കൊടുത്തു. ഇനി നമ്മൾ സാധാരണ ഹെഡറിന് സ്റ്റൈൽ കൊടുക്കുന്ന പോലെ തന്നെ കൊടുക്കുക. ഞാൻ എന്ത് ചെയ്യണം, റാപ്പറിന് ഫ്ലക്സ് കൊടുക്കണം. അതിൻ്റെ മുന്നേ ഹൈറ്റ് ഒരു 90 പിക്സൽ കൊടുത്തു. അതേപോലെ ഫ്ലക്സ് ജസ്റ്റിഫൈ ബിറ്റ്വീൻ ഐറ്റംസ് സെൻറ്റർ. അതേപോലെ നമ്മൾ ലോഗോക്ക് എന്ത് ചെയ്യണം, വിഡ്ത്ത് ഒരു 120 പിക്സൽ കൊടുത്തു. അതുപോലെ ULന് ക്ലാസ് ഫ്ലക്സ് ജസ്റ്റിഫൈ ആൻഡ് ഐറ്റംസ് സെൻറ്റർ. ഇനി നമ്മുടെ ഓരോ എല്ലേക്കും എന്ത് ചെയ്യണം, ഓക്കെ, നമ്മുടെ ഓരോ എല്ലേക്കും ക്ലാസ് കൊടുക്കുകയാണ്. മാർജിൻ റൈറ്റ് 10. നമ്മുടെ ലാസ്റ്റത്തെ എല്ലേക്ക് എന്ത് വേണ്ട, മാർജിൻ റൈറ്റ് ആവശ്യമില്ല. ഓക്കെ, ഇനി ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഗോ ലൈവ് പോയി നോക്കാം. ഓക്കെ, അത് വന്നിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റിൻ്റെ കളർ വൈറ്റ് ആണ്. അപ്പോൾ അത് മാറ്റാനുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, നമ്മുടെ മൊത്തത്തിൽ മെയിൻ BGക്ക് തന്നെ എന്ത് ചെയ്യണം, അല്ല അതായത് നമ്മുടെ ബോഡിക്ക് തന്നെ ഞാൻ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് വൈറ്റ് കൊടുക്കണം. അപ്പോൾ പിന്നെ ഇനി നമ്മൾ ബാക്കിയുള്ളവർക്ക് മാറ്റേണ്ടവർക്ക് മാത്രം മാറ്റിയാൽ മതിയല്ലോ. ഓക്കെ, ഇനി നമ്മുടെ ഏക്കൊക്കെ എന്ത് ചെയ്യാനുണ്ട്, കുറച്ച് സ്റ്റൈൽ കൊടുക്കാനുണ്ട്. ഞാൻ ഈ HRF വെച്ചിട്ട് Ctrl+D അടിച്ചിട്ട് എല്ലാതും സെലക്ട് ചെയ്തു. ക്ലാസ് ടെക്സ്റ്റ് 16 പിക്സൽ, ഫോണ്ട് സെമി ബോൾഡ്. ഓക്കെ, ജസ്റ്റ് പോയി നോക്കാം. ഓക്കെ, അത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ലാസ്റ്റത്തെ എലമെൻറ്റിനുള്ള സ്റ്റൈലാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അതായത്
ഈ ഒരു സ്റ്റൈൽ. ഫോണ്ട് നോർമൽ മതി, സെമി ബോൾഡ് ആവശ്യമില്ല. ഓക്കെ, ഇനി ഇതിന് സ്റ്റൈൽ കൊടുക്കാൻ PY2 PX5 BG, നമുക്കിവിടെ BG കളർ റെഡ്മിയിൽ തന്നിട്ടുണ്ട്, ബട്ടൺ BG എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അവിടെ ഉണ്ട്. ഈ ഒരു BG കളറാണ് നമുക്കവിടെ കൊടുക്കേണ്ടത്. വേറെ എന്ത് ചെയ്യുക, കൊടുക്കുക. റൗണ്ടഡ് ഫുൾ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, അവിടെ പറഞ്ഞു കൊടുക്കാം. ജസ്റ്റ് പോയി നോക്കാം. ഓക്കെ, നമുക്കിവിടെ PY3 കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടെ ലാർജ് ആയിട്ടൊന്നും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹെഡർ പോർഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ആയിട്ട് കൊടുക്കാനുള്ളത് ഏതാ? നമ്മുടെ സ്റ്റൈൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സെക്ഷനിലോട്ട് കിടക്കാം. നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഹെഡറിൻ്റെ താഴത്തായിട്ട് അടുത്ത സെക്ഷൻ എഴുതാണ്. സെക്ഷൻ ഡോട്ട് റാപ്പർ. ഓക്കെ, ഇനി ഈ റാപ്പറിൻ്റെ ഉള്ളിൽ നമ്മൾ ബാക്കി പറഞ്ഞ പോലെ തന്നെ ബാക്കി കണ്ടന്റുകൾ എഴുതാം. നമുക്കിവിടെ എന്തൊക്കെയാണുള്ളത്? ഒരു H1 ഉണ്ട്, അതേപോലെ ഒരു H3 ഉണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ സ്പാനോ അല്ലെങ്കിൽ പാരഗ്രാഫോ P ടാഗോ ഏതെങ്കിലും ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്തുണ്ട്, നമ്മുടെ ഒരു ഇമേജും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കൊടുത്തു നോക്കാം. H1 H3 P കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. അതേപോലെ IMG ഇമേജസിൻ്റെ ഉള്ളിലുള്ള ഹോം PG അല്ല, ഹോം ഇമേജ് PNG. ഓക്കെ, ഇമേജ്. ഓക്കെ, അപ്പോൾ അതായിട്ടുണ്ട്. ഇനി ഈ കണ്ടന്റ് എന്താ കൊടുക്കേണ്ടതെന്നുള്ളതൊന്ന് നോക്കാം. AI സ്റ്റാർട്ടപ്പ് ടൂൾ. Your personal AI-powered branding expert. P. Elevate every aspect. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്ഷൻ ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇതിന് സ്റ്റൈൽ കൊടുത്ത് തുടങ്ങാം. നമുക്കിവിടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളെപ്പോഴും കൊടുക്കുന്നതാണ് ഒരു PY20. ഓക്കെ, അതായത് ഒരു ഗ്യാപ്പ് ആയി വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റിനുള്ള സ്റ്റൈൽ കൊടുക്കാം. ടെക്സ്റ്റ് 56 പിക്സൽ, ഫോണ്ട് സെമി ബോൾഡ് ആണ്, ബോൾഡ് അല്ല. അപ്പോൾ ഫോണ്ട് സെമി ബോൾഡ്. പിന്നെ നമ്മൾ ഇന്നലെ ചെയ്തതാണ് ഗ്രേഡിയൻറ്റ് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം BG ഗ്രേഡിയൻറ്റ് ബോട്ടം റൈറ്റ്. ഫ്രം കളർ നമുക്കിവിടെ റെഡ്മിയിലുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, അതെടുക്കാം. ഫ്രം കളർ ബ്ലൂ ആണ്. ഞാൻ എന്ത് ചെയ്തു, ആ ഒരു ബ്ലൂ കളർ അവിടെ കൊടുത്തു. 2 ആയി. ഇനി നമുക്ക് എന്തുണ്ട്, ബാക്കി കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട് ഇതിനെ ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ടെക്സ്റ്റ് ട്രാൻസ്പാരൻറ്റ് BG ക്ലിപ്പ് ടെക്സ്റ്റ്. ഓക്കെ, ജസ്റ്റ് പോയി നോക്കാം. നമ്മുടെ കണ്ടന്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അതിനെന്ത് ചെയ്യാനുണ്ട്, സെൻട്രലിലോട്ട് കൊണ്ടുവരാനുണ്ട്. ടെക്സ്റ്റ് സെൻറ്റർ. ഓക്കെ, നമുക്ക് ഇത് റൈറ്റിലോട്ട് കൊടുത്ത് നോക്കാം.
ഓക്കെ, ഇപ്പോഴാണ് ഏകദേശം ഓക്കെ ആയത്. അതായത് നമ്മുടെ BG ഗ്രേഡിയൻറ്റ് ടു റൈറ്റ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അടുത്ത ടെക്സ്റ്റിനുള്ള സ്റ്റൈൽ കൊടുക്കാം. ക്ലാസ് ടെക്സ്റ്റ് 48 പിക്സൽ ഫോണ്ട് സെമി ബോൾഡ് മതിയാവും. അതേപോലെ ടെക്സ്റ്റ് സെൻറ്റർ, ഇത്രയും പ്രോപ്പർട്ടി കൊടുത്താൽ മതി. ഓക്കെ, ആ ഒരു കണ്ടന്റ് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു പി അതിനെ എന്ത് ചെയ്യാനുണ്ട്, സെൻറ്ററിലോട്ട് കൊണ്ടുവരാനുണ്ട്. ക്ലാസ് ടെക്സ്റ്റ് സെൻറ്റർ, ഒരു മാർജിൻ ബോട്ടം 10 കൊടുക്കാം. അതേപോലെ ഫോണ്ട് നോർമൽ. ഇനി ഇതിനെന്ത് ചെയ്യാനുണ്ട്, കളർ മാറ്റി കൊടുക്കാനുണ്ട്. ആ കളറ് പിങ്ക് കളറാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പിങ്ക് കളറും കൂടി അവിടെ കൊടുക്കാം. ജസ്റ്റ് പോയി നോക്കാം. ഓക്കെ, അതവിടെ വന്നിട്ടുണ്ട്. കുറച്ചും കൂടി വലുപ്പം കൂട്ടണമെങ്കിൽ കൂട്ടാം. ടെക്സ്റ്റ് 22 പിക്സൽ. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു ഇമേജിനെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, സെൻറ്ററിലോട്ട് കൊണ്ടുവരാനുള്ളത്. ഞാൻ എന്ത് ചെയ്യണം, ആ ഇമേജിനെ ആദ്യം ഒരു ഡിവിൻ്റെ ഉള്ളിലോട്ട് ഇടുകയാണ്. അപ്പോൾ ഈ ഇമേജ് വന്ന് Ctrl+X ചെയ്തിട്ട് എന്ത് ചെയ്യുക, Ctrl+V ചെയ്ത് കഴിഞ്ഞാൽ ഡിവിൻ്റെ ഉള്ളിലായി. എന്നിട്ട് എന്ത് ചെയ്യുക, ക്ലാസ് ഫ്ലെക്സ് ജസ്റ്റിഫൈ സെൻറ്റർ ഐറ്റം സെൻറ്റർ, ക്ലാസ് വിഡ്ത്ത് ഓൾമോസ്റ്റ് ഒരു 60% മതി. ഓക്കെ, ജസ്റ്റ് പോയി നോക്കാം. 60% കൂടുതലാണ്. നമുക്ക് ഏകദേശം ഒരു 30% കൊടുക്കും. ഓക്കെ, അപ്പോൾ അത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ ബാക്ക്ഗ്രൗണ്ട് അല്ല, ഒരു വ്യത്യാസമുണ്ട്. ജസ്റ്റ് നമ്മുടെ ടെംപ്ലേറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തുണ്ട്, ഇവിടെ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽ കൊടുക്കാം. നമ്മുടെ ഈ ഒരു സെക്ഷനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബാക്ക്ഗ്രൗണ്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ടൈൽവിൻ CSS യൂസ് ചെയ്തിട്ട് ചെയ്യാം. ടൈൽവിൻ CSS യൂസ് ചെയ്തിട്ടെന്ന് പറയുമ്പോൾ BG കൊടുത്തതിന് ശേഷം സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, URL ഇട്ടിട്ട് വീണ്ടും ബ്രാക്കറ്റ് ഇട്ടിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ PG ഇമേജ് പറഞ്ഞു കൊടുക്കാം. ഒരു മെത്തേഡ് ഇതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനൊരു ID കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നോർമൽ CSS വെച്ചിട്ടും ചെയ്യാം. ഞാനിവിടെ നോർമൽ CSS വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് മറ്റേ രീതിയിൽ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. ഒരു വ്യത്യാസമൊന്നുമില്ല, പക്ഷെ ഞാനിവിടെ നോർമൽ മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെന്ന് മാത്രം. ഓക്കെ, ID ഹോം, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എവിടെ കിടക്കുന്നത്, നമ്മുടെ ഈ CSS ഫോൾഡറിൻ്റെ പുറത്ത്. അപ്പോൾ ഈ CSS ഫോൾഡറിൻ്റെ പുറത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ട് 2 ഡോട്ട് ഇടുക. എന്നിട്ട് സ്ലാഷ് ഇട്ട് കഴിഞ്ഞാൽ ആ CSS ഫോൾഡറിൻ്റെ പുറത്തുള്ള ബാക്കിയുള്ള ഫോൾഡേഴ്സും ഫയൽസിൻ്റെ ലിസ്റ്റ് നമുക്ക് കിട്ടും. ഏതൊക്കെയുള്ള CSS എന്നുള്ള ഫോൾഡർ ഉണ്ട്, ഡിസൈൻ എന്നുള്ള ഫോൾഡർ ഉണ്ട്, ഇമേജസ് എന്നുള്ള ഫോൾഡർ ഉണ്ട്. അതിൽ ഇമേജസ് എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിലുള്ള ഹോം BG, ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പുറത്തേക്ക് വന്നതെന്ന് മനസ്സിലായില്ലേ. നമ്മളിപ്പോൾ ഇവിടെ കിടക്കുന്നത് CSS ഫോൾഡറിൻ്റെ ഉള്ളിൽ. ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യണം, പുറത്തോട്ട് വന്നു കഴിഞ്ഞാലേ ഈ ഇമേജസ് ഫോൾഡർ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് 2 ഡോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മൾ കൊടുക്കുന്ന പ്രോപ്പർട്ടിയാണ് നോ റിപ്പീറ്റ് സെൻറ്ററിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. പിന്നെ നമ്മുടെ അടുത്ത പ്രോപ്പർട്ടി ബാക്ക്ഗ്രൗണ്ട് സൈസ് കവർ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് പോയി നോക്കാം. ഈ ഒരു സെക്ഷൻ ഓക്കെ ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, അടുത്ത സെക്ഷനിലോട്ട് നമുക്ക് കടക്കാം. അടുത്ത സെക്ഷൻ ഏതാന്ന് നോക്കാം. അതിന് മുന്നേ നമ്മളവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറ് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മുടെ കോഡ് എന്ന് പറയുന്നത് 0,000E, ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളറിൻ്റെ കോഡ്. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുക, ഒന്ന് എല്ലാവരും നോക്കിയിട്ട് മാറ്റിക്കോളാം. വേറെ വ്യത്യാസമൊന്നുമില്ല, ജസ്റ്റ് ആ ഒരു കളർ കോഡ് ചേഞ്ച് ആയതാണ്. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് കടക്കുകയാണ്. അപ്പോൾ അടുത്ത സെക്ഷൻ ഏതാണെന്ന് നോക്കാം. ഓക്കെ, അടുത്ത സെക്ഷൻ ഇതാണ്. ഇവിടെ നമുക്ക് ടോപ്പിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ എന്തുണ്ട്,
4 ഐറ്റംസ് ഉണ്ട്. ഈ 4 ഐറ്റംസ് സാധാരണ നമ്മൾ കാണുമ്പോൾ ഫ്ലക്സ് വെച്ചിട്ട് ഇവിടെ ഫ്ലക്സ് വെച്ചിട്ട് ചെയ്യാം എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഫ്ലക്സ് അല്ല, അതിന് പകരം പുതിയൊരു പ്രോപ്പർട്ടി നമ്മൾ പഠിക്കുകയാണ്. ആക്ച്വലി ഇത് ഫ്ലക്സ് വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്, പുതിയൊരു പ്രോപ്പർട്ടിയും കൂടി പഠിക്കുകയാണ്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വെബ്സൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഈ ഒരു സെക്ഷൻ സ്റ്റൈലിങ് ചെയ്തു തുടങ്ങാം. ഞാൻ എന്ത് ചെയ്തു, സെക്ഷൻ കൊടുത്തു, അതിൻ്റെ ഉള്ളിൽ സെക്ഷൻ ഡോട്ട് റാപ്പറിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു H1 ഉണ്ട്, അതേപോലെ ഒരു H3 ഉണ്ട്. ഞാൻ എന്ത് ചെയ്തു, H1 കൊടുത്തു, അതേപോലെ H3 കൊടുത്തു. ഇനി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴത്ത് എന്താ ഉള്ളത്, ഒരു കണ്ടെയ്നറാണ്. അതായത് ഇത് മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കണ്ടെയ്നർ ആണെന്ന് പറയാം. അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്യണം, ഒരു ഡിവിഷൻ ആക്കിയിട്ട് എടുക്കണം, ഒരു ഡിവ് ആയിട്ട് എടുക്കുകയാണ്. ആ ഡിവിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു ഡിവ്, അങ്ങനെയാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഡിവ്, ആ ഡിവിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു ഡിവ്, അതിൻ്റെ ഉള്ളിൽ ഒരു H3യും ഒരു പാരഗ്രാഫ്. ഞാൻ എന്ത് ചെയ്തു, H3 എഴുതി, അതേപോലെ ഒരു പാരഗ്രാഫ്, ഇത്രയും കാര്യങ്ങൾ എഴുതി. ഇനി താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്തതായിട്ട് എന്താ ഉള്ളത്, ഇതും ഒരു ഡിവാണ്. ആ ഡിവിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. ആ ഡിവിനെ നോക്കിക്കഴിഞ്ഞാൽ മുകളിലൊരു സെക്ഷൻ ഉണ്ട്, താഴത്തൊരു സെക്ഷൻ ഉണ്ട്, അവർ തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ട്, ഇവിടെ ഒരു ഇമേജ് ഉണ്ട്, ഇവിടെ വീണ്ടും കണ്ടന്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, അതേപോലെ തന്നെ എഴുതാം. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്, ആ ഡിവിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു ഡിവ്, ആ ഡിവിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്, ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു ഇമേജ് ഉണ്ട്, അതേപോലെ റൈറ്റ് സൈഡിൽ എന്തുണ്ട്, ഒരു ഡിവ് ഇട്ടു, അതിൻ്റെ ഉള്ളിൽ H3 ഉണ്ട്, അതേപോലെ വീണ്ടും ഒരു പാരഗ്രാഫും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കണ്ടന്റാണ് ഫസ്റ്റ് ഡിവിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇതേ സെയിം സാധനം തന്നെയാണ് അടുത്ത ഡിവിൻ്റെ ഉള്ളിലും വരുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു സ്ട്രക്ചർ കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കണ്ടന്റ് കൊടുത്തു പോകാം, ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും കൺഫ്യൂഷൻ ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ H1 കണ്ടന്റ് എന്താണ്, ഫുൾ പവർ പേഴ്സണൽ ബ്രാൻഡിങ്. പവർ ബ്രാൻഡിങ്. നമ്മുടെ H3 റെവല്യൂഷനൈസിങ് ബിസിനസ് വിത്ത് സീംലെസ് AI ഇൻ്റഗ്രേഷൻ. ഓക്കെ, അപ്പോൾ അത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സെക്ഷനിലുള്ള ഈ ഒരു ടൈറ്റിൽ കോപ്പി ഗോസ് ഹിയർ ബി ഓസം. ടൈറ്റിൽ ഓക്കെ, നമ്മുടെ പാരഗ്രാഫ് വരുന്ന ലോറാണ്. അപ്പം ഞാൻ ലോറം 25 കൊടുത്തു. ഇനി നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സെക്ഷനിലുള്ള ഈ ഒരു ഇമേജ്, ഈ ഒരു ടൈറ്റിൽ, പിന്നെ ഈ ഒരു പാരഗ്രാഫ്, ഓക്കെ, അത്രയാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇമേജസിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ പിങ്ക് സ്റ്റാക്ക്, ഇനി നമ്മുടെ H3 എന്ന് പറയുന്നത് ടൈലറിംഗ് പോസ്റ്റ്. ഓക്കെ, നമ്മുടെ പാരഗ്രാഫ് നമുക്ക് എന്ത് ചെയ്യാം, ലോറം കൊടുക്കാം. ലോറം 15 കൊടുത്തു.
ഓക്കെ, ഈ ഒരു സെയിം സാധനം തന്നെയാണ് താഴത്ത് വരുന്നത്. ഇമേജ് മാത്രമേ വ്യത്യാസമുള്ളൂ. കണ്ടന്റ് ചെറിയ വ്യത്യാസം ഉണ്ട്, എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, സെയിം കണ്ടന്റ് തന്നെ കൊടുക്കാം. സ്റ്റാക്ക് വയലറ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെയിം റിപ്പീറ്റേഷൻ തന്നെയാണ് താഴത്ത് വരുന്നത്, പക്ഷെ ലെഫ്റ്റും റൈറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും എന്നേ ഉള്ളൂ. അതായത് നമ്മുടെ ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഡിവ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിവ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ഡിവ്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഏകദേശം എല്ലാ കണ്ടന്റുകളും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ H1 സ്റ്റൈൽ കൊടുക്കാം. H1 നമ്മുടെ നേരത്തെ സെയിം സ്റ്റൈൽ തന്നെ വരുന്നത്. ഞാൻ എന്ത് ചെയ്യാണ്, ആ ഒരു സ്റ്റൈൽ അവിടുന്ന് കോപ്പി ചെയ്യുകയാണ്. എന്നിട്ട് ഇവിടെ കൊടുത്തു. ഫോണ്ട് സൈസ് വ്യത്യാസം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഫോണ്ട് സൈസ് സ്ലൈറ്റ്ലി വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫോണ്ട് സൈസ് കുറച്ച് കൊടുക്കാം. ബാക്കിയൊക്കെ ഏകദേശം സെയിം ആണ്. ഞാൻ എന്ത് ചെയ്തു, ഫോണ്ട് സൈസ് 48 ആക്കി. അതേപോലെ നമ്മുടെ സെക്ഷന് നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ ക്ലാസ് PY20 ഇതും കൂടി കൊടുത്തു, ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അതിൻ്റെ താഴത്തുള്ള ആ ഒരു ടെക്സ്റ്റ് ടെക്സ്റ്റ് 40 പിക്സൽ, ഫോണ്ട് സെമി ബോൾഡ്, മാർജിൻ ബോട്ടം 20, ടെക്സ്റ്റ് സെൻറ്റർ. ഓക്കെ, ഫോണ്ട് സൈസ് ഇത്ര ആവശ്യമില്ല, നമുക്ക് 32 കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു കണ്ടന്റ് നമുക്ക് എന്ത് ചെയ്യണം, ഒരേ ലൈനിൽ നിർത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു പ്രോപ്പർട്ടിയാണ് ഗ്രിഡ്. അതായത് സാധാരണ ഫ്ലക്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം, അതിന് പകരം ഞാൻ എന്ത് ചെയ്യാണ്, 4ലും കൂടി ഒരേ ലൈനിൽ കൊണ്ടുവരാൻ നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുകയാണ് ഗ്രിഡ്. ഗ്രിഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്ലാൻ ചെയ്യണം ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ടെന്ന്. ഇതിനകത്ത് ഒരു ലൈനിൽ 2 കോളംസ് ഉണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക, അസ്യൂം ചെയ്യുക. അതായത് 1, 2 കോളം ഉണ്ട്. നമ്മൾ എന്താണ് ടേബിൾ വരയ്ക്കുന്ന സമയത്ത് ടേബിളിൽ എന്തുണ്ടാവും, റോസും കോളംസും ഉണ്ടാവും. ഇവിടെ ഞാൻ പറയാണ് ഇതൊരു കോളം, ഇത് രണ്ടാമത്തെ കോളം. അപ്പോൾ 2 കോളം ഉണ്ട്. അപ്പോൾ ഞാൻ കൊടുക്കുകയാണ് ഗ്രിഡ് കോൾസ് 2. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇപ്പം എന്താ സംഭവിച്ചേ, ഇവിടെ ഇതൊരു കോളായിട്ട് നിന്നു, പിന്നെ രണ്ടാമത്തെ ഈ ഒരു കണ്ടന്റ് എന്ത് ചെയ്തു, ഒരു കോളായിട്ട് നിന്നു, പിന്നെ ഇവിടെ മൂന്നാമത് ഒരു കോളായിട്ട് നിന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു കാര്യം ചെയ്യാനുള്ളത് ഗ്യാപ്പ്. ഇവർക്കിടയിൽ എത്ര ഗ്യാപ്പ് വേണം, ഞാൻ എന്ത് ചെയ്തു 10 എന്ന് കൊടുത്തു. അപ്പം ഇതിൻ്റെ ഇടയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഗ്യാപ്പും കൂടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സാധാ സ്റ്റൈൽ കൊടുക്കുന്ന പോലെ സ്റ്റൈൽ കൊടുത്ത് പോയാൽ മതി. ഞാനിവിടെ എന്ത് ചെയ്യണം, ഇതിന് ക്ലാസ് കോൾ സ്പാൻ 1 എന്ന് കൊടുത്തു. അതായത് നമ്മുടെ കോളത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറഞ്ഞു, ഒരു സ്പാന് എടുത്ത് നിൽക്കാൻ വേണ്ടി പറഞ്ഞു. ഈ ഒരു സ്റ്റൈൽ ഞാൻ എല്ലാ ഡിവിനും കൊടുക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ സാധാ സ്റ്റൈൽ കൊടുക്കുന്ന പോലെ തന്നെ ഓരോന്നിനും സ്റ്റൈൽ കൊടുത്ത് തുടങ്ങാൻ പോകണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഞാൻ ഈ ടൈറ്റിലിന് സ്റ്റൈൽ കൊടുക്കാൻ വേണ്ടി പോവാണ്. ടെക്സ്റ്റ് 24 പിക്സൽ, മാർജിൻ ബോട്ടം 3, ഫോണ്ട് സെമി ബോൾഡ്.
ഏകദേശം ആ ഒരു സ്റ്റൈൽ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ പാരഗ്രാഫിന് സ്റ്റൈൽ കൊടുക്കാൻ പോകുന്നു. ക്ലാസ് ഫ്ലക്സ് ടെക്സ്റ്റ് 14 പിക്സൽ ഫോണ്ട് നോർമൽ. ഓക്കെ, ഇനി നമ്മുടെ ഈ ഡിവിന് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലക്സ് ചെയ്യാം. ക്ലാസ് ഫ്ലക്സ് ജസ്റ്റിഫൈ സ്റ്റാർട്ട് ഐറ്റംസ് സ്റ്റാർട്ട്. അപ്പോൾ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇമേജിന് എന്ത് ചെയ്യണം, നമുക്കൊരു വിഡ്ത്ത് പറഞ്ഞു കൊടുക്കാം. വിഡ്ത്ത് 40 പിക്സൽ. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. വിഡ്ത്ത് ഫ്ലക്സ് കൊടുക്കുമ്പോൾ വിഡ്ത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കൂടെ ഹൈറ്റും കൂടി പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇനി അതിനെന്തുണ്ട്, ഒരു മാർജിൻ റൈറ്റ് ഉണ്ട്. ഞാൻ മാർജിൻ റൈറ്റ് 5 കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമ്മുടെ ഈ H3ക്കും പാരഗ്രാഫിനും കൂടി സ്റ്റൈൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ. പിന്നെ ബാക്കി ആ ഒരു സ്റ്റൈലാണ് എല്ലായിടത്തും എന്ത് ചെയ്യുന്നത്, റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അതും കൂടി കൊടുക്കാം. ക്ലാസ് ടെക്സ്റ്റ് 18 പിക്സൽ ഫോണ്ട് സെമി ബോൾഡ്. ക്ലാസ് ടെക്സ്റ്റ് 12 പിക്സൽ ഫോണ്ട് നോർമൽ. ഓക്കെ, ഇനി ഈ ഡിവിന് എന്തുണ്ട്, ഒരു മാർജിൻ പാഡിംഗ് ബോട്ടം 3, മാർജിൻ ബോട്ടം 3, ബോർഡർ B. ഓക്കെ, ഇനി ഇതിനെ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, റാപ്പ് ചെയ്തിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ വരുന്നുണ്ട്. അത് കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെയിം സ്റ്റൈൽ തന്നെ നമ്മുടെ താഴത്തുള്ള ഈ ഒരു ഡിവിനും കൊടുക്കാം. ഇവിടെ നമുക്ക് എന്തില്ല, മാർജിൻ ബോട്ടം ഇല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, അത് ഒഴിവാക്കുകയാണ്. ഓക്കെ, ഇനി ഇതിനെ മൊത്തത്തിൽ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കളർ വരുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുണ്ടാവും. അത് നമുക്ക് എന്ത് ചെയ്യാം. അതിന് BG എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മാറിക്കൊടുത്ത ബാക്ക്ഗ്രൗണ്ടിൻ്റെ BG ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്യണം, ആ ഒരു BG കളർ ഇവിടെ കൊടുക്കണം. അതേപോലെ P3 റൗണ്ടഡ് XL. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഓക്കെ, അത് ഓക്കെ ആയിട്ടുണ്ട്. ഈ ഒരു സെയിം സ്റ്റൈൽ തന്നെയാണ് നമ്മുടെ താഴത്തുള്ളതിനും വരുന്നുള്ളത്. പിന്നെ കുറച്ച് കൂടി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാനുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ഡിവ് കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, താഴത്തുള്ള ആ ഒരു ഡിവിനെ റീപ്ലേസ് ചെയ്യാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, കോപ്പി പേസ്റ്റ് ചെയ്യാതെ സ്റ്റൈലുകൾ ഫുള്ളായിട്ട് കൊടുത്ത് നോക്കുക. ഇനി ഇവിടെ താഴത്തെ ഈ ഒരു സംഭവത്തിനും കൂടി എന്ത് ചെയ്യുക, സ്റ്റൈൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു സെക്ഷന് ഞാൻ നിങ്ങൾക്ക് ഗ്രിഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്ത് തന്നിട്ടുള്ളത്. നമുക്ക് സ്റ്റൈൽ ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ ടെംപ്ലേറ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ഗ്യാപ്പൊക്കെ ഒന്നുകൂടെ കൂട്ടാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിവിടെ ഗ്യാപ്പ് 10 കൊടുത്തത് 20 ആക്കാം. അതുപോലെ നമ്മൾ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഈ P3 എന്നുള്ളത് P5 ആക്കാം. അതുപോലെ ടെക്സ്റ്റിന് ഇവിടെ 22 16. നമുക്കിവിടെ മാർജിൻ ബോട്ടം ആവശ്യമില്ല, അല്ല പാഡിങ്ങും ബോർഡറും ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്.
ഏകദേശം ആ ഒരു സെക്ഷന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനിയും കുറച്ചും കൂടി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വരുത്തിയാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെക്ഷനിലോട്ട് പോവാം. ഓക്കെ, അടുത്ത സെക്ഷനും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രിഡിൻ്റെ സെയിം പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഒരു സെക്ഷന് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഹെഡിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അത് കോപ്പി ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹെഡിങ് എന്ന് പറയുന്നത് പ്രോ ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് മോഡ്സ്. നെക്സ്റ്റ്, സ്റ്റേ അഹെഡ് ഇൻ ദി ബ്രാൻഡിംഗ് ഗെയിം കണ്ടന്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ സെക്ഷന്. ഇനി അതിൻ്റെ താഴത്തുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രിഡായിട്ട് തന്നെ കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഗ്രിഡ്. അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ആ ഡിവ് ചെയ്താം. ആ ഡിവിൻ്റെ ഉള്ളിൽ 3 ഡിവാണുള്ളത്, 1 2 3. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ആ 3 ഡിവ് ചെയ്താണ്. ഫസ്റ്റ് ഡിവ്, ആ ഡിവിൻ്റെ ഉള്ളിൽ ഒരു H1 അല്ല H3. ആ H3ക്കുള്ളിൽ ഒരു സ്പാനും കൂടി ഇട്ട് കൊടുക്കേണ്ടി വരും, കളർ ചേഞ്ച് ചെയ്യാനുള്ളതുകൊണ്ട്. നെക്സ്റ്റ് അതിൻ്റെ താഴത്ത് എന്ത് വരുന്നുണ്ട്, ഒരു പാരഗ്രാഫ് വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ അതിൻ്റെ കുറച്ച് താഴത്തായിട്ട് എന്ത് വരുന്നുണ്ട്, ഒരു ബട്ടണും വരുന്നുണ്ട്, ഒരു ലിങ്കാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഞാൻ എന്ത് ചെയ്യാണ്, ആ കണ്ടന്റ് അതേപോലെ ഇതാണ് പ്രോ ആക്റ്റീവ് മോഡ്. പാരഗ്രാഫ് ഞാൻ എന്ത് ചെയ്യാണ്, ഡമ്മി കണ്ടന്റ് കൊടുക്കുകയാണ്. ഹാഷ് നമ്മുടെ ചൂസ് മോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാഗും കൂടിയുണ്ട്. ഓക്കെ, ചൂസ് ദിസ് മോഡ്. ഓക്കെ, ഈ ഒരു ഡിവ് എന്ത് ചെയ്യുന്നുണ്ട്, 3 വട്ടം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടന്റ് ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് മാറ്റാം. രണ്ടാമത്തേന് സെയിം കണ്ടന്റ് തന്നെയാണ് വരുന്നത്, മൂന്നാമത്തേന് മാത്രമേ വ്യത്യാസമുള്ളൂ. സീംലെസ്ലി സ്വിച്ച് ബിറ്റ്വീൻ മോഡ്സ്. seamlessly switch between modes. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ കണ്ടന്റുകൾ മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഗ്രിഡ് കൊടുത്ത് തുടങ്ങാം. ഗ്രിഡ് കൊടുക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് എന്തില്ല, അതിന് ഫുൾ വിഡ്ത്തില്ല, അതായത് നമ്മുടെ 90% വിഡ്ത്തില്ല, കുറച്ചും കൂടി ഉള്ളിലോട്ട് കയറിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഏകദേശം അതൊരു 70% നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, വിഡ്ത്ത് 70% കൊടുത്തു. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താ കൊടുക്കണ്ടേ, അതിനെ മാർജിൻ ഓട്ടോ കൊടുത്തിട്ട് എന്ത് ചെയ്യണം,
സെൻറ്ററിലോട്ട് കൊണ്ടുവരണം. നമുക്കൊന്ന് ജസ്റ്റ് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടൻറ്റ് അതേപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഗ്രിഡാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഗ്രിഡ് കൊടുത്തു. ഗ്രിഡ് കോൾസ് 2, ഒരു റോയിൽ 2 കോളംസ് ആണ് വരുന്നത്. ഗ്യാപ്പ് നേരത്തെ കൊടുത്ത പോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, 10 കൊടുത്തു. ഓക്കെ, ഇനി ഈ ഡിവിന് കോൾ സ്പാന് 1 കൊടുത്തു. ഈ ഡിവിനും കോൾ സ്പാന് 1 കൊടുത്തു. ഇനി ഇതിന് എത്ര കൊടുക്കേണ്ടി വരും? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു കോളം, ഇത് രണ്ടാമത്തെ കോളം, ഇത് ടോട്ടലി 2 കോളം എടുത്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര കൊടുക്കുക? ക്ലാസ് കോൾ സ്പാൻ 2. ഇനി പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടന്റ് ആ ഒരു രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഗ്രിഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് സ്റ്റൈൽ കൊടുത്ത് തുടങ്ങാം. BG നമ്മുടെ നേരത്തെ സെയിം ബാക്ക്ഗ്രൗണ്ട് കളറാണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, അത് അതേപോലെ അവിടുന്ന് കോപ്പി ചെയ്യാണ്. ഓക്കെ, നമുക്കിവിടെ P7 കൊടുക്കാം, റൗണ്ടഡ് 2XL കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ അതവിടെ വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കണ്ടന്റിന് നമുക്ക് സ്റ്റൈൽ കൊടുക്കാം. നമ്മുടെ H3ക്ക് ക്ലാസ് ടെക്സ്റ്റ് 32 പിക്സൽ ഫോണ്ട് സെമി ബോൾഡ്. ഇവിടെ നമ്മുടെ സ്പാനിന് നമുക്ക് വരുന്ന ആ ഒരു ടെക്സ്റ്റ് ഗ്രേഡിയൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ടുവരാം. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ BG ക്ലിപ്പ് ടെക്സ്റ്റ് വരെ എന്ത് ചെയ്യുക, കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ സ്പാനിന് എന്ത് ചെയ്യുക, ക്ലാസ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം അത് ഓക്കെ ആയിട്ടുണ്ട്. നമുക്കൊരു മാർജിൻ ബോട്ടം കൂടി കൊടുക്കാം. മാർജിൻ ബോട്ടം 3. ഇനി നമ്മുടെ പാരഗ്രാഫ് ക്ലാസ് ടെക്സ്റ്റ് 14 പിക്സൽ ഫോണ്ട് നോർമൽ, മാർജിൻ ബോട്ടം ഒരു 32 കൊടുത്തു. ഓക്കെ, ഈ ഒരു ഗ്യാപ്പ് വരാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ ബട്ടൻ്റെ കളർ, ബട്ടൺ നമ്മൾ ഓൾറെഡി മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതന്നെ എന്ത് ചെയ്യാണ്, കോപ്പി ചെയ്യാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് നോക്കിയിട്ട് ടൈപ്പ് ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അത് ഓർമ്മയിൽ നിൽക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ബട്ടൻ്റെ കളറും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഈ ഒരു സെയിം സ്റ്റൈൽ തന്നെയാണ് രണ്ടാമത്തേനും വരുന്നത്. അപ്പം ഞാനത് എന്ത് ചെയ്യാണ്, കോപ്പി ചെയ്തിട്ട് രണ്ടാമത്തേനും ഇട്ടാണ്. ജസ്റ്റ് പോയി നോക്കിക്കഴിഞ്ഞാൽ അത് ഓക്കെ ആയി. ഇനി നമ്മുടെ താഴത്തെ കണ്ടൻറ്റ്. ഓക്കെ, താഴത്തെ കണ്ടൻറ്റിന് ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് കളറും കാര്യങ്ങളൊക്കെ സെയിം ആണ്. അപ്പോൾ അതൊക്കെ ഞാൻ എന്ത് ചെയ്യാണ്, കോപ്പി ചെയ്തിടുകയാണ്. H3യുടെ സെയിം സ്റ്റൈല് ഞാൻ എന്ത് ചെയ്യാണ്, കോപ്പി ചെയ്തിട്ട് അതിന് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ പാരഗ്രാഫ് അതേപോലെ നമ്മുടെ ഞാൻ എന്ത് ചെയ്യണം, മറ്റേ ഏഴുമായിട്ട് റീപ്ലേസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റൈൽ മൊത്തം എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ഗ്രിഡ് എന്ത് ചെയ്തത്, അറേഞ്ച് ചെയ്തത്. ഏകദേശം എക്സാക്റ്റ് ഡിസൈൻ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് റൗണ്ടഡ് ഒന്നുകൂടെ വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം, 3XL ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു സെക്ഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫൈനൽ സെക്ഷനിലോട്ട് പോവുകയാണ്.
ഇത് നോർമലി നമ്മൾ ചെയ്യുന്ന സെക്ഷനാണ്. ഒന്നെങ്കിൽ ഗ്രിഡ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലക്സ് വെച്ച് ചെയ്യാം. ഓക്കെ, പിന്നെ താഴത്ത് എന്തുണ്ട്, നമ്മുടെ ഒരു ഫൂട്ടറും കൂടിയുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ആ ഒരു സെക്ഷനിലോട്ട് കിടക്കുകയാണ്. ഈ ഡിവിൻ്റെ ഉള്ളിൽ ഒരു IMG ഉണ്ട്, ഇമേജസിൻ്റെ ഉള്ളിലുള്ള ഫൂട്ടർ ഇമേജ് PNG. ഓക്കെ, മറ്റേ ഡിവിൻ്റെ ഉള്ളിൽ നമ്മളെ നേരത്തെ ഈ ഒരു കണ്ടന്റ് ആണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ആ ഒരു കണ്ടന്റ് കോപ്പി ചെയ്തിട്ട് അതേപോലെ അവിടെ കൊണ്ടുപോയിട്ടാണ് ഈ ഡിവിന് പകരം. ഓക്കെ, ഈ കോൾ സ്പാൻ ഇവിടുന്ന് ഒഴിവാക്കാം. ടെക്സ്റ്റ് ചെറിയ വ്യത്യാസമുണ്ട്, 32 ആയിരിക്കും, ഇവിടെ 16 ആയിരിക്കും. ജസ്റ്റ് പോയി നോക്കാം. അപ്പോൾ നമ്മുടെ കണ്ടന്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അതിനെന്ത് ചെയ്താൽ മതി, ഫ്ലക്സ് ചെയ്തിട്ട് ഒരേ ലൈനിൽ നിർത്തി കഴിഞ്ഞാൽ മതി. ഞാൻ അവിടെ ഫ്ലക്സ് കൊടുത്തു, ജസ്റ്റിഫൈ ബിറ്റ്വീൻ കൊടുത്തു, ഐറ്റംസ് സെൻറ്റർ ആണോ നോക്കട്ടെ, ഐറ്റംസ് സെൻറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് വിഡ്ത്ത് കൊടുക്കാം. വിഡ്ത്ത് ഒരു 40% പ്ലസ് വിഡ്ത്ത് ഫുള്ള്, പാഡിങ് ഒരു 20. പാഡിങ് 20 ആവശ്യമില്ല, ജസ്റ്റ് ഇതിന് വിഡ്ത്ത് ഏകദേശം 55% കൊടുത്തു. അപ്പോൾ നമ്മുടെ കണ്ടന്റ് ഓക്കെ ആയിട്ടുണ്ട്. ഇവിടെ ഒരു ബട്ടണും കൂടിയുണ്ട്. ആ ബട്ടൺ എന്ത് ചെയ്യുക, നമുക്ക് അവിടെ കൊണ്ടുവന്നിടാം. ഞാൻ നേരത്തെ സെയിം ബട്ടണ് കോപ്പി ചെയ്തു. ഇതിനെന്ത് ചെയ്യാണ്, നമ്മുടെ പാരഗ്രാഫിന് ഒരു മാർജിൻ ബോട്ടം കൊടുക്കുകയാണ് 20. നമ്മുടെ ബട്ടണ് ടോക്ക് ടു ആൻ എക്സ്പേർട്ട്. ഇത് നമുക്ക് എന്താണ്, ഫുള്ള് അപ്പർ കേസ് കൊടുക്കാം. ഓക്കെ, ടോക്ക് ടു ആൻ എക്സ്പേർട്ട്. അപ്പോൾ ആ ഒരു സെക്ഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റത്തെ ഫൂട്ടറാണ് ചെയ്യാനുള്ളത്. ഒന്നെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫൂട്ടർ ചെയ്ത് പോകാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് സെക്ഷനായിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യണം, അടുത്തൊരു ഡിവ് ഇട്ടിട്ടാണ് ഫൂട്ടർ ചെയ്യാൻ പോകുന്നത്. ആ ഡിവിന് ഞാൻ എന്ത് ചെയ്യണം, പാഡിങ്. ഇവിടെ നമ്മൾ ഡിവ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളിവിടെ ഓൾറെഡി ഫ്ലക്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത സെക്ഷനായിട്ട് തന്നെ ഫൂട്ടർ ചെയ്യാം. ഫൂട്ടർ സെക്ഷൻ ഡോട്ട് റാപ്പർ. ഓക്കെ, ഞാൻ ഇതിനെന്ത് ചെയ്യുന്നത്, ക്ലാസ് ഹൈറ്റ് ഒരു 90 പിക്സൽ കൊടുത്തു. നമ്മുടെ റാപ്പറിന് വിഡ്ത്ത് ഫുള്ള് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ കണ്ടന്റിന് എന്ത് ചെയ്യണം, വിഡ്ത്ത് അല്ല ഹൈറ്റ്. കണ്ടന്റിന് എന്ത് ചെയ്യണം, സെൻറ്ററിലോട്ട് കൊണ്ടുവരണം. അതേപോലെ സ്ക്രീനിൻ്റെ സെൻറ്ററിലോട്ടും അതേപോലെ നമ്മുടെ ഹൈറ്റിൻ്റെ സെൻറ്ററിലോട്ടും കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്ലക്സ് ജസ്റ്റിഫൈ സെൻറ്റർ ഐറ്റംസ് സെൻറ്റർ. ഓക്കെ, നമ്മുടെ P കോപ്പിറൈറ്റ് 2022 കമ്പനി നെയിം. ഓക്കെ, ഇവിടെ നമ്മുടെ കോപ്പിറൈറ്റിൻ്റെ സിമ്പിൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യാം, നമുക്ക് നമ്മൾ മുമ്പ് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ അതെന്ത് ചെയ്യുക, അതേപോലെ കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിടാം. നമുക്കിവിടെ പ്രത്യേകിച്ച് സ്റ്റൈലൊന്നും കൊടുക്കാനില്ല. നമുക്ക് എന്തുണ്ട്, ഒരു ബോർഡർ ടോപ്പ് ഉണ്ട്. ബോർഡർ ഗ്രേ 700 കൊടുക്കാം. ഓക്കെ,
നമ്മുടെ റാപ്പറിന് കൊടുത്താൽ മതി. മറ്റേത് എന്താവില്ല, ഫുൾ ബോർഡർ ആയിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റാപ്പറിന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു സെക്ഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, എല്ലാവരും ചെയ്തു നോക്കുക, സ്വന്തമായിട്ട് ചെയ്തു നോക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കുറേ കാര്യങ്ങൾ ഒന്നുകൂടെ മനസ്സിലാവും. മെയിനായിട്ട് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഗ്രിഡാണ്. അപ്പോൾ ഗ്രിഡ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗ്രിഡ് വെച്ചിട്ട് എന്ത് ചെയ്യുക, 1-2 എക്സാമ്പിളൊക്കെ ചെയ്തു നോക്കുക. ഡൗട്ടുള്ളവർ എന്ത് ചെയ്യുക, നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നാളെ അടുത്തൊരു വെബ്സൈറ്റുമായിട്ട് കാണാം. ബൈ.